ദുഃഖ, ദുരിത, പാപമോക്ഷത്തിനായി ഭദ്രകാളിയെ ഭജിക്കൂ. പഞ്ചഭൂതങ്ങളിൽ പെട്ട അഗ്നിയോടാണ് വേദങ്ങൾ കാളിയെ ഉപമിച്ചിരിക്കുന്നത്. ദേവീ ഭാഗവത്തിൽ ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് കാളി. സർവമംഗളയായ അഭയവരദായിനിയായ ഭദ്രകാളിയെ ദിനവും ഭക്തിയോടെ സ്തുതിച്ചാൽ സർവ്വ ഐശ്വര്യവും ദുഃഖനിവാരണവും ഉറപ്പാണ്. ഉപാസകർ പ്രകൃതിയെ കാളിയായി സങ്കൽപ്പിക്കുന്നു. ദശമഹാവിദ്യകൾ, സപ്തമാതാക്കൾ, നവദുർഗ എന്നിവരിൽ പ്രധാനിയായി കാളിയെ ഭജിക്കുന്നു. ദുർഗയുടെ രൗദ്രഭാവമായാണ് ദേവീ മഹാത്മ്യത്തിൽ കാളിയെ വിശേഷിപ്പിക്കുന്നത്. കാളി സഹസ്രനാമത്തിൽ ഭഗവതിയെ കാല ഭൈരവന്റെ ഭാര്യയായി അവതരിപ്പിച്ചിരിക്കുന്നു. കാളിയുടെ വിവിധ അവതാരങ്ങളിൽ ഐശ്വര്യവും അറിവുമേകുന്ന രാജസ്, സാത്വിക ഭാവങ്ങളിലും ഭദ്രകാളി ആരാധിക്കപ്പെടുന്നുണ്ട്. നവരാത്രിയുടെ 7ാം നാൾ ദേവിയെ കാലരാത്രി മാതാവായി ഹൈന്ദവർ ആരാധിക്കുന്ന, സർവ്വദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി ജീവിത വിജയം നൽകുന്ന പ്രപഞ്ചത്തിന്റെ അമ്മയായിട്ടാണ് കാളിയെ ആരാധിക്കുന്നത്. ശത്രുദോഷ ശാന്തിക്കും തമോഗുണ വിഷയങ്ങൾക്കുമാണ് ഭക്തർ ഭദ്രകാളിയെ കൂടുതൽ ആശ്രയിക്കുന്നത്. ജാതകത്തിൽ ഉത്തമ യോഗങ്ങളുണ്ടായിട്ടും അനുഭവയോഗം ഇല്ലാത്തവർ ധാരാളമാണ്. ഇതിന് കാരണം ശത്രുദോഷമായാണ് കണക്കാക്കുന്നത്. ശത്രുദോഷങ്ങൾ അകറ്റി ദുരിതവും ദുഃഖവും മാറ്റി സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കാൻ ഭദ്രകാളി വ്രതമെടുക്കുന്നത് നല്ലതാണ്. പാപശാന്തി, രോഗശാന്തി, കടബാധ്യത മാറുക, പ്രേമസാഫല്യം, ഇഷ്ടവിവാഹലബ്ധി, സന്താനഭാഗ്യം, ഉദ്യോഗവിജയം, വിദ്യാലാഭം, ചൊവ്വാദോഷം പരിഹാരം എന്നിവയെല്ലാം കാളി മന്ത്രജപം ഉത്തമമാണ്.